ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കണവ റോസ്റ്റ് അഥവാ കൂന്തൽ റോസ്റ്റ്, അതും നിങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത രീതിയിൽ. അത് മാത്രമല്ല, ഈ ഒരു റോസ്റ്റിന് വേണ്ടി നമ്മൾ ഒരുപാട് കിടന്ന് ബുദ്ധിമുട്ടിയൊന്നും വേണ്ടല്ലോ, സിമ്പിൾ വേ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറയാം. കണവ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഗരം മസാല. കുരുമുളകും ഗരം മസാലയും പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ പൗഡർ അല്ല ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചട്ടിയിലാക്കി വെച്ചിരിക്കുന്ന കണവയുടെയും ആ പൗഡേഴ്സിൻ്റെയൊക്കെ കൂടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുക്കറിലാണ് നിങ്ങൾ കണവ വേവിക്കുന്നതെങ്കിൽ കുക്കറിൽ ഞാൻ ഈ ചെയ്യുന്ന പ്രോസസ്സ് എല്ലാം കുക്കറിൽ ചെയ്താലും മതി കേട്ടോ. പിന്നെ കണവയുടെ ഒരു കുക്കറിൽ എത്ര വിസിൽ വേണം നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ. ആ ഒരു കാൽക്കുലേഷൻ അങ്ങ് വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം ഞാനൊരു അരമുറി നാരങ്ങ നീരോട് ഇതിനകത്തോട്ട് പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എല്ലാ സൈഡിലും ഒരേ രീതിയിൽ ഈ മസാലാസ് എല്ലാം ഒന്ന് പിടിച്ച് കിട്ടണം. പിന്നെ ഞാൻ എൻ്റെ കുക്കിംഗ് വീഡിയോയിൽ സ്ഥിരം പറയുന്ന പോലെ തന്നെ എൻ്റെ ഇടത്ത് കയ്യിൽ ക്യാമറ ഇരിപ്പുണ്ട് കേട്ടോ. അല്ലെ ചട്ടിയിലൊന്ന് പിടിച്ച് കറക്റ്റായിട്ടൊന്ന് ബാലൻസ് ചെയ്തെന്ന് എനിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാമായിരുന്നു. ഇതിപ്പോൾ വീഡിയോ എടുക്കുകയും വേണം, മിക്സ് ചെയ്യുകയും വേണം. ഈ ഒരു ടെക്സ്ചറൊക്കെ കാണുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ വരുന്നതെന്നറിയോ, നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ മാങ്ങയൊക്കെ അരിഞ്ഞ് ഇങ്ങനെ ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് പുരട്ടി വെക്കത്തില്ലേ, ആ ഒരു പ്രതീതി കേട്ടോ ഇത് കണ്ടപ്പോൾ. അങ്ങനെ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. വേറൊന്നുമല്ല, വെളിച്ചെണ്ണയാണ് കേട്ടോ. തണുപ്പിൻ്റെ ഇതുകൊണ്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. നമ്മൾ എക്സ്ട്രാ ഇതിലേക്ക് വാട്ടർ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ കണവ വേവ് നമ്മൾ തീയൊക്കെ ഓൺ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിനകത്തോട്ട് കണവയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അങ്ങനെ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞ് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. സ്റ്റാർട്ടിങ്ങിൽ ഫ്ലെയിം കുറച്ച് കൂട്ടിയിട്ടോളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഇതൊന്ന് തിളച്ചത് ഇതുപോലെ ആവിയൊക്കെ മുകളിൽ പറ്റി ഇറങ്ങുന്നതിന് പരുവാകുമ്പോഴത്തേക്കും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കണം. കുക്കറിലിട്ടാൽ പെട്ടെന്ന് വെന്ത് കേട്ടോ. പക്ഷെ നമ്മൾ ചട്ടിയിൽ ചെയ്യുന്നതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ചട്ടിയിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ബിസി ആയിട്ടുള്ളവർക്ക് കുക്കർ തന്നെയാണ് കേട്ടോ ബെറ്റർ. ഞാനിതൊരു ഓഫ് ഡേ ആയിരുന്നു ചെയ്തത്. നല്ല മണം വരുന്നുണ്ട്. അതെ, ഈ ഒരു ടൈമിൽ ഇളക്കാനായിട്ട് തുറന്നപ്പോൾ തന്നെ നല്ല മണം വന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇതിനകത്ത് എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ലെന്നും. ഇതുണ്ടോ, തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ കണവയ്ക്കകത്തുള്ള വെള്ളമെല്ലാം ഊർന്നിറങ്ങി വരുന്നുണ്ട്. ഈ ഒരു വെള്ളം വറ്റുന്ന ടൈം മതി നമ്മുടെ ഈ കണവ വെന്ത് കിട്ടാൻ. നല്ല രീതിയിൽ തിളച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം കേട്ടോ. ഇടയ്ക്ക് തുറന്ന് ഇളക്കിയൊക്കെ കൊടുക്കാൻ മറക്കരുത് കേട്ടോ. കാര്യം ഇളക്കി കൊടുത്തില്ലേ ചിലപ്പോൾ ചെവിട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഉപ്പ് പാകത്തിനുണ്ടോ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ, കുറവാണെങ്കിൽ. എനിക്ക് പിന്നീട് ഉപ്പ് ചേർക്കേണ്ടി വന്നില്ല കേട്ടോ. അങ്ങനെ മൂടി വെച്ച് വേവിച്ചു. ഇടയ്ക്കൊക്കെ തുറന്നു കൊടുത്ത് ഇളക്കി കൊടുത്തു. ഇപ്പോൾ ഒരു ലേശം ഗ്രേവി ബാക്കി നിൽക്കെ ഈ ഒരു പരുവത്തിനായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. 2 പിടി ചെറിയ തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ. അതങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ അടുത്തടുപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടായി വന്നു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയോട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളത് ഈ കണവയുടെ മുകളോട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടിത് സ്പോട്ടിൽ ഇളക്കരുത് കേട്ടോ, അടച്ചു വെച്ചേക്കണം 10 മിനിറ്റെങ്കിലും. അങ്ങനെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മൂടി തുറന്നു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കണവ റോസ്റ്റ് റെഡിയായി, അഥവാ കൂന്തൽ റോസ്റ്റ്. പിന്നെ എനിക്കിത് ഭയങ്കരമായിട്ട് ടേസ്റ്റ് തോന്നിയത് എപ്പോഴാണെന്നറിയാവോ, ഞാനിത് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതായിരുന്നു.
അപ്പോൾ കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് രാത്രി സമയപ്പോഴത്തേക്കിനും ഇതിൻ്റെ ടേസ്റ്റ് വല്ലാണ്ടങ്ങ് കൂടി, ഇരട്ടി ടേസ്റ്റായെന്ന് പറയത്തില്ലേ അതുപോലെ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യുവാണെങ്കിൽ ഒരു 12:30 ആകുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഒരു 10 മണിക്കൊക്കെ ഉണ്ടാക്കി വെച്ചാണ്ടല്ലോ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് എടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തായിരിക്കും. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.